ഹായ് ഫ്രണ്ട്സ്, ഞാൻ വളരെ അഭിമാനത്തോടുകൂടി എക്സൈറ്റഡോടുകൂടി ചെയ്യുന്ന തൊഴിൽ മേഖലയാണ് ഫിനാൻഷ്യൽ സർവീസ് മേഖല. ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇത്ര എക്സൈറ്റഡ് ആകാൻ എന്ത് കാര്യമിരിക്കുന്നു എന്ന്. ഈവൻ വളരെ പ്രസ്റ്റീജിയസ് പ്രൊഫഷനായ ഡോക്ടറായിട്ടോ അഡ്വക്കേറ്റ്സായിട്ടോ കമ്പയർ ചെയ്താൽ പോലും അവർക്കൊന്നുമില്ലാത്ത വളരെ യുണീക്കായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഞങ്ങൾക്കുണ്ട്. ആ കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ച ടിപ്സ് പവേർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തൊമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, മറ്റ് പ്രൊഫഷനുകളിലെ വില കുറച്ച് കാണുവാൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവരാണ് ഡോക്ടർമാരും അഡ്വക്കേറ്റ്സും. അവർ നമ്മുടെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. എന്നാൽ ഫിനാൻഷ്യൽ സർവീസസ് മേഖലയ്ക്ക് അവകാശപ്പെടാവുന്ന ഒരു യുണീക്കായിട്ടുള്ള ഒരു കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയൊരു കമ്പാരിസൺ ചെയ്യുന്നു എന്ന് മാത്രം. നമുക്ക് ആദ്യം ഡോക്ടർമാരുടെ കാര്യം എടുക്കാം. ഒരു ഡോക്ടറിന്റെ വരുമാനം വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? രോഗികളുടെ എണ്ണവും രോഗത്തിന്റെ കാഠിന്യവും വർദ്ധിക്കുന്നതിനനുസരിച്ച്. അതായത് രോഗികളും രോഗങ്ങളും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡോക്ടർമാരുടെ വരുമാനം വർദ്ധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എല്ലാവരും ഹെൽത്തി ആണെങ്കിൽ, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡോക്ടർമാരുടെ അവസ്ഥ എന്തായിരിക്കും? അതോടൊപ്പം തന്നെ ഒരു സാധാരണ ഒരു ഡോക്ടർ വലിയൊരു ഡോക്ടറായിട്ട് മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? വലിയ രോഗങ്ങൾ ഉണ്ടാവുകയും ഈ ഡോക്ടർക്ക് ആ രോഗങ്ങളെല്ലാം ചികിത്സിച്ച് ഭേദമാക്കുവാനും സാധിക്കണം. ഡോക്ടർക്ക് കൂടുതൽ വരുമാനം ലഭിക്കണമെങ്കിൽ കൂടുതൽ രോഗങ്ങളും ഉണ്ടായേ പറ്റൂ. വേറൊരു ഓപ്ഷൻ ഇല്ല. അടുത്തായിട്ട് നമുക്ക് അഡ്വക്കേറ്റ്സിന്റെ കാര്യം എടുക്കാം. അഡ്വക്കേറ്റ്സിന്റെ വരുമാനം വർദ്ധിക്കണമെങ്കിൽ ചുറ്റുപാടും കുറ്റകൃത്യങ്ങളും ക്രമക്കേടുകളും വർദ്ധിക്കണം. എല്ലാവരും സമാധാനത്തോടെയും നിയമങ്ങൾ പാലിച്ചുമാണ് ജീവിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും അഡ്വക്കേറ്റ്സിന്റെ അവസ്ഥ? ഇതിനു പുറമെ ഒരു അഡ്വക്കേറ്റിന് അദ്ദേഹം ആയിരിക്കുന്ന പ്രൊഫഷനിൽ വളരണമെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാകണം. ആ കേസുകൾ ഇദ്ദേഹത്തിന് വാദിച്ച് ജയിക്കുവാനും സാധിക്കണം. എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാകുന്നു അത്രത്തോളം അഡ്വക്കേറ്റ്സിന് വളരുവാനും സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കാര്യം എടുക്കാം. എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സർവീസസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കുന്നത്? അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡർ ഈ മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കുന്നത് എങ്ങനെയാണ്? കൂടുതൽ വ്യക്തികളെയും കുടുംബങ്ങളെയും കൂടുതൽ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് നയിക്കുമ്പോൾ. എൻ്റെ കാര്യം എടുത്താൽ 2007 മുതൽ ഫിനാൻഷ്യൽ സർവീസസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 2017 വരെയുള്ള 10 വർഷം കേരളത്തിലെ മറ്റു പല ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡേഴ്സിനെ പോലെ വളരെ ചെറിയൊരു സർവീസസ് പ്രൊവൈഡർ ആയിരുന്നു ഞാൻ. എന്നാൽ ദൈവാനുഗ്രഹത്താൽ 2017 നവംബർ മുതൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഇൻഡയറക്റ്റായി എൻ്റെ വീഡിയോയിലൂടെയും ഡയറക്റ്റായി ഞങ്ങളുടെ പേഴ്സണലൈസ് ആയിട്ടുള്ള സേവനങ്ങളിലൂടെയും സാമ്പത്തിക സമൃദ്ധിയിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ സാധിച്ചു. ഇതിനു പുറമെ അറിവില്ലായ്മ മൂലം പതിനായിരങ്ങളും ലക്ഷങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന പതിനായിരക്കണക്കിന് ആളുകളെ കോടിക്കണക്കിന് രൂപ എൻ്റെ വീഡിയോയിലൂടെ സേവ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനവും ദൈവത്തോട് നന്ദിയുമുണ്ട്. ഇങ്ങനെ പതിനായിരങ്ങളെ ലക്ഷങ്ങളെ സാമ്പത്തിക സമൃദ്ധിയിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ സാധിച്ചപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 25 ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡേഴ്സിൽ ഒന്നായി ഡയസ് ഇൻവെസ്റ്റ് മാറി. താങ്കളൊരു കാര്യം മനസ്സിലാക്കുക, താങ്കളെപ്പോലെയുള്ളവരെ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് നയിക്കാതെ ഞങ്ങൾക്ക് വളരുവാൻ സാധിക്കുകയില്ല. ഒരു ഡോക്ടർക്ക് വളരണമെങ്കിൽ ചുറ്റുപാടും കൂടുതൽ രോഗികൾ ഉണ്ടാകണം. ഒരു അഡ്വക്കേറ്റ്സിന് വളരണമെങ്കിൽ ചുറ്റുപാടും നിരവധി കുറ്റകൃത്യങ്ങൾ ഉണ്ടാകണം. എന്നാൽ ഒരു ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡറിനെ വളരണമെങ്കിൽ ചുറ്റുപാടും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന നിരവധി വ്യക്തികളെ കൂടുതൽ സമൃദ്ധിയിലേക്ക് ആനയിച്ചേ പറ്റൂ. ഇതിൽ നിന്ന് വിപരീതമായി ചിലർ താൽക്കാലിക ലാഭം നോക്കി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. അവർക്കൊന്നും അധികം നാൾ ഈ മേഖലയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ആയതിനാൽ താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡർ താങ്കൾക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൂടുതൽ ബഹുമാനിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം താങ്കളുടെ സമൃദ്ധി കാക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ അദ്ദേഹത്തിന് വളരുവാൻ സാധിക്കുകയില്ല. ഇതുവരെയും ആ സ്ഥാനത്ത് ആരുമില്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് മേഖലയിൽ കഴിവ് തെളിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തെയോ സർവീസ് ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഫുട്ബോളിലെ ദൈവമെന്ന് ജനങ്ങൾ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് മെസ്സി. അദ്ദേഹം പോലും ഇപ്പോഴും കോച്ചിന്റെ സഹായത്തോടു കൂടിയാണ് കളിക്കുന്നത്.
നിലവിൽ ഞങ്ങൾക്ക് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഞങ്ങൾ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുവാനുള്ള സംവിധാനമുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവർ സർവീസസ് എന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാസവും ഐജാലകം എന്നൊരു ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പ് കൊച്ചിയിൽ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡൈസ് ഇൻവെസ്റ്റിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെയും താങ്കൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇമെയിൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.